വളരെ സ്വാദിഷ്ടവും അതേസമയം ഉണ്ടാക്കാൻ അത്ര എളുപ്പവുമായ ഒരു റൈസ് ഐറ്റമാണ് ഗീ റൈസ് അഥവാ നെയ്ച്ചോറ്. ഒരു സാലഡോ അച്ചാറോ ഉണ്ടെങ്കിൽ തന്നെ സുഖമായി കഴിക്കാം. അപ്പോൾ ആദ്യം അതിനു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഒരു മീഡിയം ചൂടാവുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ നെയ്ച്ചോറിലെ ഏറ്റവും ടേസ്റ്റ് തരുന്നത് ഈ സവാളയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രൈയിങ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടാതെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നത് ഇതിന് നല്ലൊരു ടേസ്റ്റ് തരും. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരാനുള്ളതാണ്. ഇത് അടുപ്പിലിട്ടിട്ട് ബാക്കി ജോലികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതുമാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് സമയമായി. സവാള നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കണ്ട, കാരണം കോരിയെടുത്തതിന് ശേഷം ഒന്ന് ഇരുന്ന് മൂക്കും. അപ്പോൾ അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഞാൻ അല്പം കാഷ്യൂനട്ടും വറുത്തെടുക്കുന്നുണ്ട്. അതും വല്ലാതെ ബ്രൗൺ ആവണ്ട. കാഷ്യൂനട്ട് കോരിയെടുത്ത ശേഷം നമുക്ക് കിസ്മിസും കൂടി വറുത്തെടുക്കാം. എല്ലാം ഒരു 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ഉള്ളതുപോലെയൊക്കെ എടുക്കാം. കിസ്മിസ് നല്ലപോലെ വീർത്ത് വരുമ്പോൾ കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് വേണമെങ്കിൽ അല്പം നെയ്യ് കൂടി ചേർത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ പ്യുവറായിട്ട് ഓയിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ സവാള ഇരുന്ന് ഒന്നുകൂടി മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു 1-1.5 ടേബിൾ സ്പൂൺ കൂടി നമ്മൾ പിന്നീട് ഉപയോഗിക്കും. അതിലേക്ക് അല്പം ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 3-4 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഞാൻ നേരത്തെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഇനം ജീരകശാല അരിയാണ്, അല്ലെങ്കിൽ കൈമ അരി. അതായിരിക്കും ഈ നെയ്ച്ചോറിന് ഏറ്റവും സ്വാദ്. ഇനി ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ നെയ്യിൽ കിടന്നതൊന്ന് മൂത്ത് വരട്ടെ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിന് ശേഷം അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇരട്ടി, അതായത് 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് തിളച്ച വെള്ളമാണ്. 3 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രയും കാണും. അപ്പോൾ കറക്റ്റായിരിക്കും. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഓഫ് ചെയ്തിട്ടാൽ മതി. അരി കറക്റ്റായിട്ട് വെന്തോളും. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതിനി ഇങ്ങനെ തന്നെ അടച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇപ്പോൾ അരി നല്ല പാകമായിട്ടുണ്ട്. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടതാണ്. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം നല്ല വിട്ട് കിടക്കുന്നുണ്ട്. നല്ല മണമാണ്. നെയ്യുടെയും ആ സ്പൈസസിൻ്റെയും എല്ലാം ഒരു സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ കഴിക്കാനായതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ ലെയർ ചെയ്ത് ഉപയോഗിക്കുകയാണ്. അതല്ലെങ്കിൽ ഒന്ന് ദം ചെയ്താലും നന്നായിരിക്കും. ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കാഷ്യൂനട്ടും കിസ്മിസും, ഒരല്പം നെയ്യ് കൂടി ഒഴിക്കുക. വീണ്ടും ചോറ് നിരത്തുക. സവാള, കാഷ്യൂനട്ട്, കിസ്മിസ്, നെയ്യ്, ആ ഒരു ഓർഡറിൽ അങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. നമുക്ക് സമയക്കുറവുള്ളപ്പോഴും ഒക്കെ ഉണ്ടാക്കാം.
അധികം കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാനും ഒക്കെ നന്നായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു സൈഡ് ഡിഷും ഇല്ലെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാൻ ഏതായാലും ഇതിന് സൈഡായിട്ട് ഒരു ബീഫ് റോസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അത് ഇവിടെ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ചായാൽ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറെ കമൻസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.